സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വടക്ക് നിന്ന് തെക്ക് വരെ പരിശോധിക്കുമ്പോൾ ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ? അവിടെ എങ്ങനെയാണ് ഫലസാധ്യതകൾ? പൂർണ്ണമായിട്ടും ത്രികോണ മത്സരം എന്ന് പറയാവുന്നത് പാല, പിന്നെ വട്ടിയൂർക്കാവ് വേണമെങ്കിൽ പറയാം, നേമം പറയാം. നിയമം പാലക്കാട് ത്രികോണ മത്സരം എന്നങ്ങ് പറയാൻ പറ്റില്ല. അപ്പോ എൻ.എം. ദുർബലനാണ്, അത് ദുർബലനാണ്, തീർത്തും ദുർബലനാണ്. തീർച്ചയായിട്ടും. അത് അവിടുത്തെ ഈ ഇക്വേഷൻ അത് ത്രികോണ മത്സരത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് എടുക്കാം. കാസർഗോഡിലെ ഇപ്പോൾ മഞ്ചേശ്വരത്ത് BJPക്ക് അനുകൂലമായിട്ടാണ് അവിടുത്തെ മത്സരം മാറുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം തന്നെ നിയമസഭ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതിന് മുമ്പ് തന്നെ സഫീഷ്യന്റ് നമ്പേഴ്സ് വോട്ടേഴ്സിനെ ചേർക്കാൻ അവിടെ നല്ല ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാവില്ലേ? എന്തായാലും അതിന് മറികടക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. വ്യക്തമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ അടുത്ത 2 ദിവസം 3 ദിവസത്തെയും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ പോലും കെ സുരേന്ദ്രൻ ആയിരിക്കും വിജയം. സുരേന്ദ്രന് സാധ്യത, ഒരു ജസ്റ്റിനായിരിക്കും വിജയം അല്ലേ? റീസണബിൾ ലെസ് മാർജിൻ. അതോടൊപ്പം തന്നെ നമ്മുടെ AK മഷ്റഫ് പറഞ്ഞത് SDP ഒരു മതേതര പാർട്ടിയാണ്, BJPക്കെതിരെ എല്ലാ മതേതര സംഘടനകളുടെയും വോട്ട് നേടുമെന്നാണ് പറഞ്ഞത്. അതും ഇതിൽ പ്രതിഫലിക്കും ഹിന്ദു വോട്ടേഴ്സിനിടയ്ക്ക്. SDPIക്ക് എത്ര വോട്ട് ഓരോ നിയോജകമണ്ഡലത്തിലും? അല്ല, മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 6000 വോട്ടുള്ളതല്ലേ? അതിനെ കവർ ചെയ്യാൻ ഒരുപക്ഷെ 6000 വോട്ടിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ അവിടെ ഉണ്ടാവാം. മഞ്ചേശ്വരത്ത് BJPക്കാണ് ചാൻസ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ 2 ഡേയ്സിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഇപ്പൊ പറയാം. അടുത്ത് നമുക്ക് നിയമം പരിശോധിച്ചാലോ? നേമത്ത് ഇതുവരെയുള്ള അവസ്ഥയിൽ ഒരു 2 ദിവസം ബാക്കി നിൽക്കുന്നുണ്ട്. അട്ടിമറി ഒന്നും നടന്നില്ലെങ്കിൽ LDFനാണ് സാധ്യത, ശിവൻകുട്ടിക്കാണ് സാധ്യത. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കില്ല. സാധ്യത ഈ 2 ദിവസത്തെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 55% വോട്ട് നേടിയാണ് നിയമ മണ്ഡലത്തിൽ. പാർലമെന്റ് ഇലക്ഷന് മോഡിജിയുടെ ഒരു പ്രതിഭ അവിടെ വർക്ക് ചെയ്യും. പാർലമെന്റ് ഇലക്ഷന്റെ പർപ്പസും വേറെയാണ്. നിയമസഭാ ഇലക്ഷന് അത് വർക്ക് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും ശിവൻകുട്ടിയുടെ? ഭൂരിപക്ഷമൊക്കെ കാര്യമായിട്ടുണ്ടാകണമെന്ന് ഇപ്പൊ പറയാം. അത് അവിടുത്തെ രാഷ്ട്രീയമായ ചില അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാവും അവിടെ എന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനെ ഓവർകം ചെയ്യാൻ BJPക്ക് ആവോന്ന് ഈ 2 ദിവസത്തെ പ്രവർത്തനം വിലയിരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലോ? വട്ടിയൂർക്കാവില് UDFന്റെ K മുരളീധരൻ എന്ന് പറയാൻ പറ്റില്ല, K മുരളീധരനാണ് അവിടെ ജയിക്കുക. UDFന്റെ K മുരളീധരൻ എന്നല്ല പറയണ്ടേ, മുരളീധരന്റെ ഒരു പ്രതിഭ. അദ്ദേഹം മുൻ MLA ആയിരുന്നു, അദ്ദേഹം അവിടെ ഉള്ള ആളാണ്. അദ്ദേഹത്തിനോടൊരു ആക്സെപ്റ്റൻസ് അവിടെ പൊതുവെ മുൻതൂക്കം കാണുന്നുണ്ട്. VK പ്രശാന്ത് ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവല്ലേ, MLA ആയിരുന്നില്ലേ? അത് മറികടക്കാൻ കഴിയും. BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്കായിരിക്കും നഷ്ടം വരുത്തുന്നത്? BJP പിടിക്കുന്ന വോട്ടുകൾ ഒരു പ്രപ്പോർഷൻ 60-40 പോകുന്ന എനിക്ക് തോന്നുന്നു. പാലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ? പാലയില് ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പാല. അവിടെ ഈ ഷോൺ 30%-ലേറെ വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും. അപ്പോ ഷോൺ പിടിക്കുന്ന വോട്ട് ഷോൺ 30%-ൽ ഏറെ പിടിച്ചാൽ, അല്ലെങ്കിൽ 30-ൽ താഴെയാണ് എങ്കിൽ ഒരു പക്ഷേ അവിടെ ജോസ് കെ മാണി ജയിക്കാം. അപ്പോൾ പ്രവേശനാതീതമാണ്. ഈ ഷോണിന്റെ വോട്ട് അവിടെ നിർണായക. 33% വോട്ട് ഷോൺ പിടിക്കുകയാണെങ്കിൽ നോ ഡൗട്ട് ഷോൺ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അങ്ങനെയുള്ളൊരു സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ച് അടുത്ത ദിവസമൊക്കെ ഉണ്ടായ ചില പ്രസ്താവനകളും ഒക്കെ ഷോണിന് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. അവിടെ പേഴ്സൻറ്റേജ് ബന്ധപ്പെട്ടുകൊണ്ട്. അത് മാത്രമല്ല, അല്ലാത്ത ചില ഡിസ്കഷൻസിലൊക്കെ ഷോൺ നന്നായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കായിരുന്നു കമ്പാരിറ്റീവ്ലി. പിന്നെ അവിടെ മറ്റ് കൺസോൾട്ടേഷനൊക്കെ സാധ്യതകളുണ്ട്. പൂഞ്ഞാറ് നമ്മൾ പരിശോധിക്കുമ്പോഴും ഒന്നും PC ജോർജിന് സാധ്യത കുറവാണ്, വളരെ കുറവാണ്. അതെ. മുസ്ലിം കൺസോൾട്ടേഷൻ ആർക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടാവുന്നത്? UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിരിക്കണം. അപ്പോൾ പൂഞ്ഞാറ് വിജയിക്കുന്ന UDF സ്ഥാനാർത്ഥി ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ് പൂഞ്ഞാറ്. ഇദ്ദേഹം NDA സ്ഥാനാർത്ഥിക്ക് പരാജയം ഉറപ്പാണ്.
അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിലാണ് ത്രികോണ മത്സരം നടക്കുന്നത്. ഇനി നമ്മൾ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വരാം അല്ലേ? അപ്പോൾ നമ്മൾ തൃത്താല പരിശോധിക്കുകയാണെങ്കിൽ തൃത്താലയില് ബൽറാമിന് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. വൻ ഭൂരിപക്ഷം ഒരു ബിറ്റ്വീൻ 5 and above. MP രാജേഷ് ഒരു പരാജയപ്പെട്ട മന്ത്രി ആയതുകൊണ്ടായിരിക്കുമോ? MP രാജേഷിന്റെ നയങ്ങളോടും ഒപ്പം തന്നെ തൃത്താലയില് VT ബൽറാം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ കൊച്ചി പരിശോധിക്കുകയാണെങ്കിലും കൊച്ചിയില് മുഹമ്മദ് ഷിയാസിനാണ് സാധ്യത. ലാറ്റിൻ സഭയുടെ പിന്തുണയൊക്കെ പല ഘടകങ്ങളുണ്ട്. ഒരു സഭയുടെ മാത്രമല്ല, അദ്ദേഹം Maxically വരേണ്ട ആളാണെന്നൊരു അഭിപ്രായം നിയോജകമണ്ഡലത്തിലുണ്ട്. ആണോ? കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പം തൃശ്ശൂര് ത്രികോണ മത്സരമാണ് അല്ലേ? തൃശ്ശൂര് ഒരു തരത്തിൽ ത്രികോണ മത്സരമാണ്. പക്ഷെ പത്മജ ഏറെ പിന്നിൽ പോകും. പത്മജ മൂന്നാം സ്ഥാനത്തേക്ക് പോകും. അതിന് കോൺഗ്രസിന്റെ എക്സ്പെക്ട് ചെയ്ത ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ ഓട്ടമൊന്നും പത്മജയ്ക്ക് കിട്ടാൻ സാധ്യത. ആണോ? അതിന് ലീഡർ കെ കരുണാകരന്റെ ഒരു പിൻഗാമി അല്ല പത്മജ. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് പോകില്ല. ലീഡർ തന്നെ പരാജയപ്പെട്ട സ്ഥലമാണ് അല്ലേ? അതെ, തൃശ്ശൂര്. അതെ. പിന്നെ നമ്മൾ ഇനിയിപ്പം ഇപ്പൊ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിരുന്നു. പിന്നീട് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം എന്നുള്ളത് പിന്നെ അവിടെ തന്നെ മണലൂരുണ്ടല്ലോ. മണലൂര് TN പ്രതാപൻ തന്നെ വിജയിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അതല്ലാതെ രവീന്ദ്രനാഥ് അദ്ദേഹം അവിടെ ഒരു അക്സെപ്റ്റഡ് ആയിട്ട് അതാണ്. അതുകൊണ്ട് തന്നെ TN പ്രതാപൻ തന്നെ വിജയിക്കാനാണല്ലോ ചാൻസ് ഉള്ളത്. പിന്നെ നമ്മൾ ഏതൊക്കെ മണ്ഡലം? തൃപ്പൂണിത്തുറ പരിശോധിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ ക്ലിയർ ആയിട്ട് ബാബുവിന്റെ നിയോജകമണ്ഡലമാണ്. ബാബു ജോയി നിർദ്ദേശിച്ചിട്ടുണ്ട്, ഡെപ്യൂട്ടി മേയറാണ്. അത് കൂടാതെ ബാബുവിന്റെ അവിടുത്തെ ആ പ്രവർത്തനം, പ്രത്യേകിച്ച് ഒരു റിട്ടയർമെന്റ് ഏജിൽ സ്വയം വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഒരു മാതൃകയാണ്. അതും ബാബു ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ബോത്ത് ആർ വർക്കിംഗ് ടുഗദർ. അവിടെ ദീപക് ജോയി ബാബുവിന്റെ ആൾക്ക് എന്നുള്ള നിലയിൽ ജയിക്കും. വൈപ്പിൻ നിയോജക മണ്ഡലത്തിലും ശക്തമായിട്ടുള്ള മത്സരമല്ലേ നടക്കുന്നത്? മത്സരം ശക്തമാണ്. അവിടെ LDFന് ഒരു സ്ലൈറ്റ് എഡ്ജ്, ഒരു 1 to 1.5% വോട്ട് അപ്പ്. അത് എപ്പോ വേണമെങ്കിലും അറിയാനും ചാൻസ് ഉണ്ട്. എപ്പോ വേണമെങ്കിലും അറിയാം ആണല്ലേ? ആസ് ഓഫ് നൗ അവിടെ LDFനാണ് സാധ്യതയുള്ളത്. ഇപ്പൊ ഇത്രയും മണ്ഡലങ്ങളിലാണ്. കളമശ്ശേരി മണ്ഡലങ്ങൾ. കളമശ്ശേരിയിൽ ആസ് ഓഫ് നൗ ഒരു ചെറിയ എഡ്ജ് വൈപ്പിന്റെ പോലെ തന്നെ രാജീവിനുണ്ട്. പക്ഷെ അത് ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കൺസോൾട്ടേഷൻ ഉണ്ട് എങ്കിൽ അവിടെ വ്യത്യാസം വരും. മാത്രമല്ല, അവിടെ ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞ ഒരു വ്യക്തിയോടുള്ള ആദരവ്, അദ്ദേഹം റീസെന്റ് ആയിട്ട് മരണപ്പെട്ടതാണല്ലോ, അദ്ദേഹത്തിനുള്ള ഒരു റെസ്പെക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ മോനാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗഫൂർ. ആ ഒരു വികാരം അവിടെ കാണാൻ. അത് ലോ ഇൻകം ഗ്രൂപ്പിലും മിഡിൽ ലോ ലെവലിലുള്ളവർക്കും അത് ഇബ്രാഹിം കുഞ്ഞിനെ ഉള്ള ഒരു ആരാധന, ഒരു ഇഷ്ടം അവിടെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലം. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലോ? കുറ്റ്യാടി ഒരു LDF ലൈനിലേക്കാണ് നിൽക്കുന്നത്. കുന്ദമംഗലം പരിശോധിക്കുകയാണെങ്കിലോ? പാറക്കൽ അബ്ദുള്ളയുടെ സാധ്യത? അത് കൺസോൾട്ടേഷന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്ന കൃത്യമായിട്ട് ഒരു പിക്ചർ ഇപ്പൊ പറയാൻ പറ്റില്ല. കോഴിക്കോട് സൗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലോ? ലീഗ് തിരിച്ചു പിടിക്കുമോ? കോഴിക്കോട് പ്രത്യേകിച്ച് ഫൈസൽ ബാബു ആണ് സ്ഥാനാർത്ഥി. അതെ, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം 6 സീറ്റ് UDFന് കിട്ടും, 7 സീറ്റ് LDF. അതില് ഉറപ്പായ സീറ്റാണ് ബേപ്പൂർ. അവിടെ അൻവറിന് വലുതായിട്ട് സ്വാധീനം ചെലുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം അട്ടിമറി ഒന്നും നടന്നില്ലെങ്കിൽ റിയാസ് നല്ല ഭൂരിപക്ഷം തെളിയിക്കും. ഈ 6 സീറ്റ് ഏതൊക്കെയാണ് UDFന് ലഭിക്കുന്നത്? 6 സീറ്റ് അത് നമുക്ക് ഡിസ്കഷനിൽ വരുന്നുണ്ട്. ബാക്കി നമ്മുടെ സബ്ജക്റ്റിലേക്ക് ബാക്കി കവർ ചെയ്യാം. അതായത് എന്നിരുന്നാലും ഇപ്പോ ത്രികോണ മത്സരം നടക്കുന്നതും അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്ന സീറ്റുകളും കവർ ആയിട്ടുണ്ടല്ലോ. കുറച്ചും കൂടി ഉണ്ട്. അമ്പലപ്പുഴ G സുധാകരനെ സംബന്ധിച്ചോളം UDF പിന്തുണയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി പോലെ ആയി. BJP വോട്ടുകൾ ലഭിക്കും. അവിടെ ബിറ്റ്വീൻ 7 to 10,000 എങ്കിലും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ G സുധാകരൻ ജയിക്കും. കണ്ണൂർ പറയാൻ മറന്നുപോയ മണ്ഡലമാണ്. കണ്ണൂർ UDFന് അനുകൂലമാണ്.
ടി.ഒ. മോഹന് തന്നെ അനുകൂലമാണ്. അവിടെ സുധാകരനൊക്കെ നല്ല ഫുൾ സിംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കഴക്കൂട്ടം ചോദിച്ചില്ല. കഴക്കൂട്ടത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ മുരളീധരനേക്കാളും വോട്ട് അവിടെ കടകംപള്ളിക്ക് കിട്ടും. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ മുഖം പ്രസന്നമായിട്ടില്ല. അദ്ദേഹം മുൻ MLA ഒക്കെ ആയിരുന്നില്ലേ ഹരിചന്ദ്ര പ്രസാദ്. എന്നാലും കുറച്ചും കൂടി തെളിയാനുണ്ട്. അങ്ങനെ ഒരു അട്ടിമറി അതിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുറച്ചും കൂടി 2-3 ദിവസം കൊണ്ട് സജീവമായ അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവിടെ കടകംപള്ളി ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിശോധിച്ചത് ത്രികോണ മത്സരം നടക്കുകയും അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിന്റെ വരുന്ന സർക്കാരിന്റെ ഭാവി നിശ്ചയിക്കുന്നത് അല്ലേ? അതെ. മാത്രമല്ല ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള നിർണായകമായ പല സൂചനകളുണ്ട്. ആന്റി ഇൻകുംബൻസി ഉണ്ട്. അത് സർക്കാർ ജീവനക്കാരുൾപ്പെടെ അമർഷത്തോടെ പ്രതികരിക്കാതെ അവരുടെ വോട്ട് മാറ്റി ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഫണ്ട് ഇൻഫ്ലോയുടെ പ്രശ്നങ്ങൾ, നിത്യ ചെലവിന് വേണ്ടിയിട്ടുള്ള ആശ്രയത്തിൽ ഒരുപാട് മിസ്യൂസ് ഓഫ് ഫണ്ട്, പിന്നെ ആരോഗ്യ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ആരോഗ്യ മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ അതിൽ നിന്ന് ജസ്റ്റിഫിക്കേഷനായിട്ട് വരുന്നതൊന്നും സമൂഹം ആക്സെപ്റ്റ് ചെയ്യില്ല. 2 പേർക്ക് 2 നീതി, തുല്യനീതി എന്നുള്ള അവസ്ഥ വരുന്നില്ല. ആ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഒരു വധശ്രമം, അതെല്ലാം പല രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലുണ്ടായി. ആറന്മുളയുടെ കാര്യം ചോദിച്ചില്ല. ആറന്മുളയില് അബിൻ വർക്കി നല്ല ആറന്മുള പറയേണ്ട ആവശ്യമില്ല. അബിൻ വർക്കിക്ക് ഒരു മെജോറിറ്റി ഉള്ളതാണ്. ഇപ്പൊ അത് വീണ ജോർജ് നമുക്കറിയാമല്ലോ. അതെ, അവിടെ അപ്രതീക്ഷിതമായ ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യത. അപ്രതീക്ഷിതമായ ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യത. 10,000 മുകളിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പൊ എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിലെ ത്രികോണ മത്സരം നടക്കുകയും ശക്തമായ മത്സരം നടക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങളാണ് ഇവയൊക്കെ. അപ്പോ നമ്മുടെ പ്രധാന സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം ഭൂരിപക്ഷം ചിലപ്പോൾ കുറഞ്ഞേക്കും. അതായത് ധർമ്മടം. കാരണം TP അബ്ദുൾ റഷീദാണ്. അതെ, അദ്ദേഹം മുമ്പ് തളിപ്പറമ്പിൽ മത്സരിച്ചപ്പോൾ MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം 40,000-ൽ നിന്നുകൊണ്ട് 20,000 കുറയ്ക്കാൻ സാധിച്ചു. അതെ, അവിടെ ഒരു മാറ്റം കുറച്ചുണ്ടാവും. അതേസമയം UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VD സതീശനാണ്. അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യും. അവിടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നും, വത്സല പ്രശ്നകുമാർ കോൺഗ്രസിൽ നിന്നും വന്ന് മത്സരിക്കുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന കാര്യം, BDGS ആയിരുന്നപ്പോ ഉണ്ടായിരുന്ന ഒരു വോട്ട് 30,000 വോട്ട് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. സെക്കൻഡ് ടൈം ബാക്ക് ഹരി വിജയൻ അത് 28,000+ വോട്ട് മേടിച്ചു. ഇവിടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഒരു 10,000 വോട്ട് പിടിച്ചാലായി 10,000 മുകളിൽ കിട്ടും. ഒരു അവിടെ ടോട്ടൽ പോൾ ചെയ്യാൻ സാധ്യതയുള്ളത് 1,53,000 വോട്ടാണ്. അതിൻ്റെ 10% റൗണ്ട് ഓഫ് ചെയ്തൊരു ഫിഗറെ കിട്ടുള്ളൂ. കാരണം BDGS-ന്റെ അന്ന് SNDP-യുടെ ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. SNDP യൂണിയനൊക്കെ വർക്ക് ചെയ്തിരുന്നു തോന്നണേ. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു വർക്കിംഗ് നടക്കണില്ല. BDGS ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അത്ര ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് പറവൂരിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഇമ്പാക്ട് VD സതീശന് ശക്തമായ ഭൂരിപക്ഷം കിട്ടും. ഓക്കെ.